ഒരു ബട്ടൺ, ഒരു ഉത്തരവ്, നിമിഷങ്ങൾക്കകം വെണ്ണീറാകുന്നത് കോടിക്കണക്കിന് മനുഷ്യജീവനുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ശത്രുക്കളുടെ നെഞ്ചിലേക്ക് ആ അണുബോംബ് വർഷിക്കാനുള്ള ന്യൂക്ലിയർ ബട്ടൺ അമർത്താൻ യഥാർത്ഥത്തിൽ ആർക്കാണ് അധികാരമുള്ളത്? നമ്മൾ ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലെ ഭൂമിക്കടിയിലെ രഹസ്യ അറയിലിരിക്കുന്ന യൂണിഫോം ധരിച്ച ഏതെങ്കിലും പട്ടാള ജനറലാണോ ആ അന്തിമ തീരുമാനമെടുക്കുന്നത്? ഒരിക്കലുമല്ല. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ മടങ്ങ് അമ്പരപ്പിക്കുന്നതും രോമാഞ്ചം തരുന്നതുമാണ്. കാരണം ആ നിയന്ത്രണം ഇരിക്കുന്നത് ഇന്ത്യയുടെ അതിസങ്കീർണമായ ഒരു സംവിധാനത്തിന്റെ കൈകളിലാണ്. നമസ്കാരം, വെൽക്കം ടു തെക്കിനി ഫാക്ട്സ്. ഇന്ത്യയുടെ ആണവായുധങ്ങളുടെ രഹസ്യ അറകളിലേക്കും ആരുമറിയാത്ത ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കൺട്രോൾ സിസ്റ്റത്തിലേക്കുമുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇത് കേട്ടുകഴിയുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരൻ്റെയും സിരകളിൽ ചോര തിളയ്ക്കും, രോമാഞ്ചം വരും, ഉറപ്പ്. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. ഇന്ത്യയുടെ ആണവായുധങ്ങൾ ഒരിക്കലും നിയന്ത്രിക്കുന്നത് നമ്മുടെ മിലിറ്ററിയോ പട്ടാളമോ അല്ല, മറിച്ച് ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി അഥവാ NCA എന്ന ഒരു സിവിലിയൻ ബോഡിയാണ് ഇതിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ അതോറിറ്റിക്ക് പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തേതാണ് സുപ്രധാനമായ പൊളിറ്റിക്കൽ കൗൺസിൽ. ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഒരു അണുബോംബ് പ്രയോഗിക്കാൻ അധികാരമുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംഘം ഇതാണ്. ഇതിന്റെ തലവൻ ഏതെങ്കിലും ആർമി ജനറലോ പ്രതിരോധ മന്ത്രിയോ അല്ല, മറിച്ച് അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതായത് നിലവിൽ ശ്രീ നരേന്ദ്രമോദി. ഇന്ത്യക്ക് നേരെ ഒരു അപ്രതീക്ഷിത ആണവാക്രമണം ഉണ്ടായാൽ അതിനു മറുപടിയായി ശത്രുരാജ്യത്തെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനുള്ള അവസാനത്തെ തീരുമാനമെടുക്കേണ്ടത് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിന്റെ തലവനായ ആ ഒരൊറ്റ വ്യക്തിയാണ്. എന്നാൽ പ്രധാനമന്ത്രി ഒറ്റയ്ക്കല്ല മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ ഈ തീരുമാനമെടുക്കുന്നത്. അവിടെയാണ് രണ്ടാമത്തെ വിഭാഗമായ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ വരവ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലാണ് നിലവിൽ ഇതിന്റെ തലവൻ. ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്നത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച തലച്ചോറുകളിരിക്കുന്ന ബ്രെയിൻ ട്രസ്റ്റാണ്. ശത്രുക്കളുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുക, സാറ്റലൈറ്റുകളിൽ നിന്നുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കുക, ഇന്ത്യക്ക് വരാൻ പോകുന്ന ഭീഷണികൾ മുൻകൂട്ടി കാണുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്ത് പൊളിറ്റിക്കൽ കൗൺസിലിന് കൃത്യമായ ഉപദേശം നൽകുന്നത് ഇവരാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പൊളിറ്റിക്കൽ കൗൺസിൽ തീരുമാനമെടുക്കുന്നു, എക്സിക്യൂട്ടീവ് കൗൺസിൽ അതിനുവേണ്ട ബുദ്ധിയും തന്ത്രങ്ങളും ഉപദേശിക്കുന്നു. ഇനി പ്രധാനമന്ത്രി ആ ഉത്തരവ് നൽകിയാൽ ആരാണ് ശത്രുക്കൾക്ക് നേരെ ആ മിസൈലുകൾ ഫയർ ചെയ്യുന്നത്? അതാണ് സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡിന്റെ ജോലി. ഇന്ത്യയുടെ സർവനാശകാരികളായ ആണവായുധങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, അന്തർവാഹിനികൾ, ഫൈറ്റർ ജെറ്റുകളെല്ലാം എപ്പോഴും യുദ്ധസജ്ജമാക്കി നിർത്തുന്നത് ഈ പ്രത്യേക മിലിറ്ററി കമാൻഡാണ്. എന്നാൽ ഇവിടെയാണ് ഏറ്റവും രസകരവും അഭിമാനകരവുമായ കാര്യം. പ്രധാനമന്ത്രിയുടെയും പൊളിറ്റിക്കൽ കൗൺസിലിന്റെയും നേരിട്ടുള്ളതും രേഖപടിത്തമുള്ള ഉത്തരവില്ലാതെ ലോകത്തെ ഒരു ജനറലിനോ അഡ്മിറലിനോ പൈലറ്റിനോ സ്വന്തമായി ഒരു മിസൈൽ പോലും അനക്കാൻ കഴിയില്ല. ഉത്തരവില്ലാതെ ഒരില പോലും അവിടെ അനങ്ങില്ല. സീറോ മൂവ്മെന്റ്. ഇനി ഈ ഉത്തരവ് ലഭിച്ചാൽ ഇന്ത്യക്ക് എന്തൊക്കെ പ്രയോഗിക്കാൻ കഴിയുമെന്ന് നോക്കാം. കര, നാവിക, വ്യോമസേനകൾ വഴി ഒരേ സമയം അണുബോംബ് പ്രയോഗിക്കാൻ കഴിയുന്ന ന്യൂക്ലിയർ ട്രയാഡ് സംവിധാനമാണ് ഇന്ത്യക്കുള്ളത്. ലോകത്തെ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമുള്ള ഒരു ശക്തിയാണിത്. ഒന്നാമതായി കരയിൽ നിന്ന് തൊടുക്കാവുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ. 5000 കിലോമീറ്ററിന് മുകളിൽ ദൂരത്തേക്ക് അതിവേഗം കുതിക്കാൻ ശേഷിയുള്ള സാക്ഷാൽ അഗ്നി 5. ഏഷ്യയിലെ ഏത് ശത്രു രാജ്യത്തെയും ഒളിത്താവളത്തെയും നിമിഷങ്ങൾക്കുള്ളിൽ ചാമ്പലാക്കാൻ ഇതിന് കഴിയും. രണ്ടാമതായി ആകാശത്ത് നിന്നുള്ള ആക്രമണം. ഡസോൾട്ട്, റാഫേൽ, മിറാജ് 2000 തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വഴി റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് മിന്നൽ വേഗത്തിൽ ശത്രുപാളയത്തിൽ ആണവ യുദ്ധം വർഷിക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കഴിയും. എന്നാൽ ഇതിലേറ്റവും ഭയപ്പെടുത്തുന്നതും അപകടകരവുമായ മൂന്നാമത്തെ വഴി കിടക്കുന്നത് ഇരുണ്ട സമുദ്രത്തിന്റെ അടിത്തട്ടിലാണ്. ഇന്ത്യയുടെ സ്വന്തം ആണവ അന്തർവാഹിനിയായ INS അരിഹന്ത്. സമുദ്രത്തിന്റെ അഗാധത്തിൽ ആർക്കും പിടികൊടുക്കാതെ ഒളിച്ചിരുന്ന് കടലിനടിയിൽ നിന്ന് തന്നെ ആണവ മിസൈലുകൾ തൊടുക്കാൻ ഇതിനു സാധിക്കും. ഇതെവിടെയാണെന്ന് കണ്ടെത്തുക എന്നത് ശത്രുക്കൾക്ക് അസാധ്യമാണ്. അതായത് ശത്രുക്കൾ ഒരു മിന്നലാക്രമണത്തിലൂടെ ഇന്ത്യയുടെ കരയിലെയും ആകാശത്തെയും താവളങ്ങൾ പൂർണ്ണമായി തകർത്താൽ പോലും കടലിനടിയിൽ നിന്ന് അരിഹന്ത് നൽകുന്ന അന്തിമ തിരിച്ചടി ആ ശത്രുരാജ്യത്തെ ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ എന്നേക്കുമായി മായ്ച്ചു കളയും. കര, ആകാശം, കടൽ, ഇന്ത്യയുടെ ആണവ വലയം പൂർണ്ണമാണ്.
ഇത്രയും ഭയാനകമായ ആയുധശേഖരം ഉണ്ടായിട്ടും ഇന്ത്യയെ മറ്റാണവ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇന്ത്യയുടെ നോ ഫസ്റ്റ് യൂസ് പോളിസിയാണ്. ഒരു യുദ്ധത്തിൽ ഇന്ത്യ ഒരിക്കലും ആദ്യം ഒരു അണുബോംബ് പ്രയോഗിക്കില്ല എന്ന് ഔദ്യോഗികമായി ലോകത്തിന് നൽകിയ ഉറപ്പാണത്. ഇന്ത്യയുടെ ഈ വലിയ ആയുധപ്പുരകളുള്ളത് മറ്റു രാജ്യങ്ങളെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ശത്രുക്കൾക്കൊരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. ആരെങ്കിലും ഇന്ത്യയെ തൊട്ടാൽ ഇന്ത്യ നിങ്ങളെ ഇല്ലാതാക്കിയിരിക്കും, ഗ്യാരണ്ടി. എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയും പൊളിറ്റിക്കൽ കൗൺസിലും അന്തിമ തീരുമാനമെടുക്കുന്നു. ബുദ്ധിരാക്ഷസന്മാരായ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉപദേശം നൽകുന്നു. അതികരുത്തരായ സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് ആ മിസൈലുകൾ ശത്രുവിന്റെ നെഞ്ചിലേക്ക് പായിക്കുന്നു. ഇന്ത്യയുടെ ജനാധിപത്യം എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വിനാശകരമായ ആയുധത്തെ അച്ചടക്കത്തോടെ നിയന്ത്രിക്കുന്നത് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. ഉപഗ്രഹങ്ങൾ ശത്രുവിന്റെ മിസൈൽ കണ്ടെത്തുന്നത് മുതൽ ഇന്ത്യയുടെ അഗ്രി മിസൈൽ കുതിച്ചുയരുന്നതുവരെയുള്ള ഓരോ സെക്കൻഡിലും നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഉപകാരപ്രദമായാലും തീർച്ചയായും ഷെയർ ചെയ്യുക. കാരണം ഇന്ത്യയുടെ ഈ യഥാർത്ഥ ശക്തി ഓരോ ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.